വാക്കിലൊതുങ്ങാത്ത നന്ദി ഞാനിവിടെ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐതിഹാസികമായ ഒരു വിജയമാണ് ഇവിടെ തൃത്താലയിലും മുഴുവൻ കേരളത്തിലും നമുക്ക് നേടാൻ സാധിച്ചത്. ഒരു മാറ്റം നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം ആഴ്ചകളുടെ, ഒരുപക്ഷെ മാസങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ആ കഠിനാധ്വാനം ഉണ്ടായി. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആ മാറ്റം ഇതാ ഈ നാട്ടിൽ നിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഇന്നിതാ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ അത് പാലിക്കപ്പെടേണ്ടത് 5 വർഷങ്ങൾക്കപ്പുറം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നല്ല, മറിച്ച് അധികാരം കിട്ടി ആദ്യത്തെ അവസരത്തിൽ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വേണം ഒരു ജനകീയ സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ന് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയനും CPM-കാരും അങ്ങേയറ്റം അധിക്ഷേപിച്ച, പരിഹസിച്ച, വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും മുദ്രകുത്തിയ ഇന്നാട്ടിലെ ആശാവർക്കർമാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പുതിയ ഭരണം കേരളത്തിലൊരു തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അംഗനവാടി തൊഴിലാളികൾക്കും സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്കും അടക്കമുള്ള ഒരു ഭരണകൂടത്തിന്റെ കരുതലാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഇതാ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഇവിടെയുള്ള മുഴുവൻ സഹോദരിമാർക്കും KSRTC ബസ്സുകളിൽ അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി, തിരിച്ച് വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സമ്പൂർണമായ സൗജന്യ യാത്ര, ആ പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനം കൂടി നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവസരം കിട്ടിയാൽ, അധികാരം കിട്ടിയാൽ ആദ്യത്തെ അവസരത്തിലാണ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത 5 വർഷവും അതിന്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭിക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാരുടെ, നമ്മുടെ പുതിയ തലമുറയുടെ, ജൻസിയുടെ അഭിലാഷങ്ങളെ അടക്കം ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ തൃത്താലക്കാർക്കും ഇതാ നല്ല നാളുകളുടെ തുടക്കം കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. 5 വർഷം ഇഴങ്ങി നീങ്ങിയ എല്ലാ പദ്ധതികളും നമുക്ക് ഓരോന്നോരോന്നായി പുനരുജ്ജീവിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരുന്ന സമയത്താണ് ഈ കുറ്റിപ്പുറത്തുനിന്ന് തുടങ്ങി കുമ്പടിയിലൂടെ, കൂടല്ലൂരിലൂടെ, പട്ടിത്തറയിലൂടെ, തൃത്താലയിലൂടെ പട്ടാമ്പിയിലേക്കുള്ള റോഡിന് 130 കോടി രൂപ അന്ന് ബജറ്റിലൂടെ അനുവദിച്ചത്. 10 വർഷം പിണറായി വിജയൻ സർക്കാർ ആ പദ്ധതി ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ അതിനു വേണ്ടിയുള്ള നടപടികൾ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ ഈ പദ്ധതി നമുക്ക് പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ സാധിക്കും. 2014 ബജറ്റിലൂടെ പ്രഖ്യാപിച്ച കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്ന പദ്ധതി ഇപ്പോഴും പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല. അതിന്റെ അപ്രോച്ച് റോഡ് അടക്കമുള്ള അനുബന്ധ സൗകര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അത് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള ഇടപെടലുകളും നടപടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നേ വരെ ഒരു UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ് ഇത്തവണ ആനക്കര എനിക്ക് നൽകിയത്. ആനക്കരയുടെ 1-ാം നമ്പർ ബൂത്ത് മുതൽ 16-ാം നമ്പർ ബൂത്ത് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ തൃത്താല നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ കരുത്താണ്, നിങ്ങൾ നൽകിയ സ്നേഹമാണ്, നിങ്ങൾ എന്നിൽ അർപ്പിച്ച പിന്തുണയാണ്, വിശ്വാസമാണ്. അതിന് അങ്ങേയറ്റത്തെ നന്ദി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആനക്കരയിൽ നിന്നാണ് നമ്മുടെ വിജയക്കുതിപ്പ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നാളുകളിലെ തൃത്താല മണ്ഡലത്തിലെ വികസന കുതിപ്പും അതിൽ ഏറ്റവും മുൻപന്തിയിൽ ആനക്കരയുണ്ടാകും.
ഇതാ നമ്മളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. ഇത്ര അനുകൂലമായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് നമുക്ക് ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ നമ്മുടെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി ഈ പ്രദേശത്ത് നിന്ന് UDF-ന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. MLA ആയി നിങ്ങൾ എന്നെയും വിജയിപ്പിച്ചിരിക്കുന്നു. MP ആയ ശ്രീ അബ്ദുൽ സമദ് സമദാനി സാഹിബിന്റെ എല്ലാ പിന്തുണയും നമുക്കൊപ്പമുണ്ട്. അതോടൊപ്പം നമ്മെ കേൾക്കുന്ന നമ്മുടെ വികസന ആവശ്യങ്ങളോട് എങ്ങനെയാണോ ഇന്നലകളിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചത്, ആ നിലയിലുള്ള ഒരുപക്ഷെ അതിനും അപ്പുറത്തുള്ള വികസന കാര്യങ്ങൾക്ക് വേണ്ടി ആനക്കരയോട് സഹകരിക്കുന്ന, നമ്മളോട് സഹകരിക്കുന്ന ഒരു സർക്കാർ VD സതീശന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുടങ്ങിപ്പോയ വികസന പദ്ധതികളും നമ്മൾ കാണാൻ ആഗ്രഹിച്ച വികസന സ്വപ്നങ്ങളും അതെല്ലാം ഒന്നിനൊന്ന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാം. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും നൽകിയ പിന്തുണത്തിനും ഇവിടെ നൽകിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ ആനക്കരയിലെ മുഴുവൻ പൗരാവലിയോടും മുഴുവൻ വോട്ടർമാരോടും മുഴുവൻ സഹോദരി സഹോദരങ്ങളോടും എന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഹൃദയംഗമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. UDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട UDF-ന്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പമുണ്ട്. ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച ശ്രീ സലീം കുടല്ലൂരും കൺവീനറായി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ബഷീറും മറ്റു മുഴുവൻ ആളുകളും വലിയ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. നിങ്ങൾ ഓരോരുത്തരും അവരോടൊപ്പം ചേർന്നു നിന്നു, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അതിനപ്പുറത്ത് ഓരോ വോട്ടും ഇത്തവണ UDF-ന് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമായി നിങ്ങൾ കണ്ടു. അങ്ങനെയുള്ള ആ കൂട്ടായ്മയാണ് ഇത്ര വലിയ വിജയം ഇവിടെ സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കൂട്ടായ്മ ഇനിയും ഉണ്ടാകണം. ഈ ഒത്തൊരുമ എന്നും നമുക്ക് നിലനിർത്താൻ സാധിക്കണം, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് നൽകിയ വലിയ ഉത്തരവാദിത്വം അത് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അതിന്റെ പൂർണ്ണ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ ജനപ്രതിനിധിയായി, നിങ്ങളുടെ ഒരു സഹോദരനായി അടുത്ത 5 വർഷവും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്, ജയ് തൃത്താല.